സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ ഈ മഴ ഇങ്ങനെ കനത്ത് നിൽക്കുമ്പോൾ ഇന്നലെ നമുക്കറിയാം മിനിഞ്ഞാന്നാണ് ഇത്തരത്തിൽ കൊച്ചിയിൽ കായലിൽ അറബിക്കടലിൽ ഇത്തരത്തിൽ ലൈബീരിയൻ കപ്പൽ അപകടത്തിൽപ്പെട്ടത്. അതിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകൾ ഈ കാലവർഷം കടുത്തതിനെ തുടർന്ന് പല തീരങ്ങളിലേക്ക്, പ്രത്യേകിച്ച് കൊല്ലം, ആലപ്പുഴ തീരങ്ങളിലേക്ക് ഒഴുകിയെത്തും എന്നുള്ളത് ദുരന്ത നിവാരണ അതോറിറ്റി നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. കൊല്ലം തീരത്തേക്ക് ഈ കണ്ടെയ്നറുകൾ എത്തിയിട്ടുണ്ട്. 3 കണ്ടെയ്നറുകൾ കൊല്ലം തീരത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ആദ്യം നമ്മൾ കടക്കുന്നത്. കൊച്ചി തീരത്ത് മുങ്ങിയ ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകളിൽ 3 എണ്ണം കൊല്ലത്തടിഞ്ഞു. 2 കണ്ടെയ്നറുകൾ ചവറ തീരത്തും 1 എണ്ണം കരുനാഗപ്പള്ളി ചെറിയഴീക്കൽ തീരത്തുമാണ് അടിഞ്ഞത്. ഒഴിഞ്ഞ കണ്ടെയ്നറാണ് ചെറിയഴീക്കലിൽ അടിഞ്ഞത്. ആലപ്പുഴ, എറണാകുളം, തിരുവനന്തപുരം തീരത്ത് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. തോട്ടപ്പള്ളി പൊഴി മുറിക്കാൻ ആലപ്പുഴ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. എസ് വിനീഷ് കൊല്ലത്ത് നിന്ന് ആദ്യം നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. വിനീഷ്, ഈ കണ്ടെയ്നർ തീരത്തേക്ക് അടിയുമ്പോൾ വലിയ ആശങ്കയുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒഴിഞ്ഞ കണ്ടെയ്നർ ആണ് എന്നുള്ളത് അധികൃതർ ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. തീരത്ത് കൈക്കൊണ്ടിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ഏത് തരത്തിലാണ്? തീർച്ചയായും ആര്യ, കൊല്ലം കരുനാഗപ്പള്ളി ചെറിയഴീക്കൽ തീരത്തായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടെയ്നർ അടിഞ്ഞത്. അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറാണ് തീരത്തടിഞ്ഞത്. കോസ്റ്റൽ പോലീസും കൊല്ലം കളക്ടറും റവന്യൂ അധികൃതരെല്ലാം കഴിഞ്ഞ ദിവസം രാത്രിയിൽ തന്നെ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിരുന്നു. കൊച്ചി ഭാഗത്ത് മുങ്ങിയ കപ്പൽ കണ്ടെയ്നറുകൾ ഒന്നാണ് ഇതെന്നാണ് നിഗമനം. നമുക്ക് അറിയാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ഇനി ജോയിന്റ് കമ്മീഷണർ രാവിലെ തന്നെ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തും. അതുപോലെ തന്നെ ഫാക്ടറി ആൻഡ് വിഭാഗവും പരിശോധനകൾ നടത്തും. ഇതിൽ ഈ കെമിക്കൽ സാന്നിധ്യമുണ്ടോ എന്നുള്ളതാണ് കൃത്യമായി ഇവർ പരിശോധിക്കുന്നത്. ഒരു ഭാഗം തുറന്നിരിക്കുന്നതിനാൽ ആ കണ്ടെയ്നർ കാലിയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിൽ നിന്നും കെമിക്കൽ ചേർന്നിട്ടുണ്ടോ എന്നതടക്കമാണ് ഇനി വിശദമായി പരിശോധിക്കുക. ഈ കൊല്ലം കരുനാഗപ്പള്ളി ചെറിയഴീക്കൽ തീരത്താണ് കണ്ടെയ്നർ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അടിഞ്ഞത്. ഒരു കണ്ടെയ്നറായിരുന്നു അകത്ത് അടിഞ്ഞത്. കണ്ടെയ്നറുടെ അടുത്തു നിന്നും ഏകദേശം ഒരു 200 മീറ്റർ അകലം പാലിക്കണം എന്നുള്ള നിർദ്ദേശത്തെ തുടർന്ന് സമീപത്ത് താമസിച്ചിരുന്ന 5 കുടുംബങ്ങളെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ തന്നെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ കപ്പലിൽ നിന്ന് ഉൾക്കടലിലേക്ക് 6 മുതൽ 8 കണ്ടെയ്നറുകൾ വരെ വീണതായിട്ടാണ് വിവരം. കൊല്ലം തീരത്തേക്ക് ഒഴുകിയെത്താൻ സാധ്യതയുണ്ടെന്നുള്ള കോസ്റ്റൽ പോലീസിന് വിവരം നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ വിവിധ ഭാഗങ്ങളിലായിട്ട് പരിശോധനകളും തെരച്ചിലും നടന്നു വരികയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കരുനാഗപ്പള്ളി ചെറിയഴീക്കൽ ഭാഗത്ത് ഒരു കണ്ടെയ്നർ അടിഞ്ഞത്. ഇന്ന് പുലർച്ചയോടുകൂടി ചവറ ആൽത്തറമൂട് ഭാഗത്തും നീണ്ടകരയിലുമായിട്ട് വിവിധ കണ്ടെയ്നറുകൾ അടിഞ്ഞതായിട്ടാണ് വിവരമാരിക. എന്തായാലും കൂടുതൽ വ്യക്തത വരാനുണ്ട്. അധികൃതർ അന്വേഷിച്ചു വരികയാണ് സ്ഥിതിഗതികൾ. വിനീഷ്, ഏതായാലും നേരത്തെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. തീരത്തേക്ക് ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ അടിഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ജാഗ്രത തീരദേശവാസികൾ പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മുന്നറിയിപ്പ് കൃത്യമായി അവരിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എന്നത് തന്നെയാണ് നമുക്ക് ഈ സംഭവത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. കൃത്യമായി കണ്ടെയ്നർ കണ്ടപ്പോൾ തന്നെ അവർ അധികൃതരെ അറിയിക്കുകയും അവിടെ നിന്ന് ആ പരിസരത്ത് നിന്ന് ഒരു അല്പം മാറി നിൽക്കുകയും ഒക്കെ ചെയ്ത് വേണ്ട മുൻകരുതലുകളെല്ലാം അവർ സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം രാത്രി കൂടിയാണ് കണ്ടെയ്നർ അടിഞ്ഞത്. വലിയ ശബ്ദത്തോടു കൂടി തീരത്തേക്ക് അടിയുകയായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത്. പക്ഷേ നമുക്കറിയാം, പ്രതികൂലമായുള്ള കാലാവസ്ഥയാണ്. വലിയ രീതിയിൽ കടൽ പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. സമീപത്ത് നിന്ന് ഉടൻ തന്നെ എല്ലാവരും മാറിയ സാഹചര്യം ഉണ്ടായിരുന്നു. അധികൃതർ വിവരം അറിയിച്ചു. ജില്ലാ കളക്ടർ അടക്കം കൃത്യസമയത്ത് സ്ഥലത്തെത്തുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ പെട്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 5 പരം കുടുംബങ്ങളാണ് താമസിച്ചിരുന്നത്. എല്ലാവരും മത്സ്യബന്ധവുമായി ബന്ധപ്പെട്ടൊക്കെ ഉപജീവന മാർഗത്തിൽ ഏർപ്പെട്ടവരാണ്. ഇവരെല്ലാം സുരക്ഷിത ഇടങ്ങളിലേക്കാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 200 മീറ്റർ അകലം പാലിക്കണമെന്നുള്ള നിർദ്ദേശം നേരത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജനങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ബോധവാന്മാരായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു പരിശോധന നടക്കുന്നുണ്ട്. എല്ലാവരും സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആര്യ. യെസ്, എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിനീഷ്, ഇതിപ്പോൾ ഒരു കണ്ടെയ്നർ മാത്രമാണ് ഒഴിഞ്ഞത്, അതായത് ഈ ചെറിയഴീക്കലിൽ അടിഞ്ഞ കണ്ടെയ്നർ മാത്രമാണ് ഒഴിഞ്ഞ കണ്ടെയ്നർ എന്നാണോ സ്ഥിരീകരിക്കുന്നത്? അതോ ഈ ചവറ തീരത്തടക്കം അടിഞ്ഞിട്ടുള്ള കണ്ടെയ്നറുകളുടെ പദാർത്ഥങ്ങളെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അധികൃതർ പങ്കുവെക്കുന്നുണ്ടോ? പരിശോധന ഇപ്പോഴും തുടരുകയാണോ? എങ്ങനെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ?
അത് കഴിഞ്ഞ ദിവസം രാത്രി ഒരു കണ്ടെയ്നർ മാത്രമായിരുന്നു അടിഞ്ഞത്. ഇന്ന് പുലർച്ചയോട് കൂടിയാണ് 3 കണ്ടെയ്നറുകൾ വിവിധ സ്ഥലങ്ങളിലായിട്ട് ഈ ചവറയും അതുപോലെ തന്നെ ആൽത്തറമൂട് നീണ്ടകര ഭാഗങ്ങളിലായിട്ട് അടിഞ്ഞതായിട്ടുള്ള വിവരം സമയവാസികൾ വിളിച്ചറിയിച്ചിരിക്കുന്നത്. അധികൃതർ ഇവിടേക്ക് എത്തുന്നതേ ഉള്ളൂ. കൂടുതൽ വ്യക്തത വരാനുണ്ട്. എത്ര കണ്ടെയ്നറുകൾ ആണ് അടിഞ്ഞത് എന്ന്. അതുപോലെ ആര്യപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഭാഗം തുറന്നിട്ടുണ്ടോ, എണ്ണ ചോർച്ച ഉണ്ടായതോ അതോ കാലിയായിട്ടുള്ള കണ്ടെയ്നർ ആയിരുന്നോ എന്നുള്ളതിനെ കുറിച്ചെല്ലാം പരിശോധന നടത്തുന്നുണ്ട്. അഥവാ അത്തരത്തിലുള്ള എണ്ണ ചോർച്ച ഉണ്ടായെങ്കിൽ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നടത്താനും പരിശോധനകൾ നടത്താനും അധികൃതർ ബാധ്യസ്ഥരാണെന്നുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയതായിട്ടാണ് ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞത്. എന്തായാലും ഉടൻ തന്നെ നമുക്കിതിന്റെ ഈ ഒരു കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും. ആര്യ, മറൈൻ ഗ്യാസ്, ഓയിൽ അടക്കമുള്ള അപകടകരമായ ഇന്ധനം അടങ്ങിയ കണ്ടെയ്നറുകളാണ് 400-ലധികം കണ്ടെയ്നറുകളായിരുന്നു ലൈബീരിയൻ കപ്പലിൽ ഉണ്ടായിരുന്നത്. വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയ കണ്ടെയ്നറാണ് അറബിക്കടലിൽ കൊച്ചി തീരത്തിന് സമീപത്തായി മിനിഞ്ഞാന്ന് ഉച്ചയോടുകൂടി ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നത്. അടിഭാഗം തകർന്ന് അപകടത്തിൽപ്പെടുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഒരു ദിവസം മുഴുവൻ നീണ്ട പരിശ്രമത്തിൽ ഈ കപ്പലിനെ നിയന്ത്രണ വിധേയമാക്കാനും പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ശ്രമിച്ചിരുന്നു. പക്ഷേ ആ പരിശ്രമങ്ങളൊക്കെ വിഫലമാക്കിക്കൊണ്ടായിരുന്നു കപ്പൽ പൂർണ്ണമായും ഇന്നലെ ഉച്ചയോടുകൂടി തകർന്ന് മുങ്ങിത്താഴ്ന്നു പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നത്. കപ്പലിൽ 24 ജീവനക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കറിയാവുന്നതാണ്. 24 പേരെയും കോസ്റ്റ് ഗാർഡും നാവികസേനയും സംയുക്തമായി നടത്തിയ രക്ഷാദൌത്യത്തിലൂടെ രക്ഷിച്ച് തീരത്തേക്ക് കൊണ്ടുവന്നിരുന്നു. അത് കഴിഞ്ഞുള്ള ആശങ്കാജനകമായ സാഹചര്യം എന്ന് പറയുന്നത് ഈ കണ്ടെയ്നറുകൾ എല്ലാം കടലിലേക്ക് പതിച്ചു എന്നുള്ളതായിരുന്നു. ഈ കണ്ടെയ്നറുകളിൽ പലതിലും അപകടകരമായ രാസവസ്തുക്കൾ അടങ്ങിയ ഓയിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറെ ആശങ്കാജനകം. ഇത് വെള്ളവുമായി ചേർന്ന് ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻ ഒരു പക്ഷേ വലിയ പൊട്ടിത്തെറിയിലേക്ക് പോലും കൊണ്ടെത്തിച്ചേക്കാം എന്നുള്ള ആശങ്കയാണ് ബന്ധപ്പെട്ട അധികൃതർ പങ്കുവെക്കുന്നത്. അപ്പോൾ ശക്തമായ കാലവർഷം, കടൽ പ്രക്ഷുബ്ധമായി നിൽക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കാറ്റിന്റെ ഗതിയൊക്കെ അനുസരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊല്ലം, ആലപ്പുഴ തീരങ്ങളിലേക്കാണ് കൂടുതലായും ഈ കണ്ടെയ്നർ എത്താനുള്ള സാധ്യത ഉള്ളത് എന്നുള്ളത്. അവരുടെ നിഗമനം ശരിവെക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ കണ്ടെയ്നറുകൾ കൊല്ലത്തെ വിവിധ തീരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചെറിയഴീക്കൽ തീരത്തും കരുനാഗപ്പള്ളിയിൽ അതോടൊപ്പം ചവറ തീരത്തേക്കുമൊക്കെ കണ്ടെയ്നർ എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് ചെറിയഴീക്കൽ തീരത്ത് ആദ്യമായി കണ്ടെയ്നർ തീരദേശവാസികൾ കാണുന്നത്. വലിയൊരു